രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഐവിൻകുട്ടനും അപ്പയും കൂടി റോട്ടിലേക്ക് പോയതാണ് കേട്ടോ. റോട്ടിൽ ചെന്നപ്പോഴോ ഒരു ആമ അവിടെ കിടപ്പുണ്ടായിരുന്നേ. അത് റോഡിൻ്റെ നടുക്ക് കിടന്നപ്പോൾ വണ്ടി കയറിയത് എന്തോ ആണ് കേട്ടോ. എന്നിട്ട് അത് പതുങ്ങി വന്ന് ആ റോഡ് സൈഡിൽ അങ്ങനെ കിടക്കുവാണേ. അത് കണ്ടപ്പോഴേക്കും ഐവിൻകുട്ടന് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. അതിന് നിറച്ച് ചോര വരുന്നുണ്ടായിരുന്നു കേട്ടോ മേത്തുനിന്നൊക്കെ. ഐവിൻകുട്ടൻ അല്ലെങ്കിലും ഈ ജീവികളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസേ കുഞ്ഞും ചൂണ്ടയിട്ട് ഒരു മീൻ പിടിച്ചിട്ട് വന്ന കേട്ടോ. അണ്ടികളിയില്ലേ അതിനാണ് കേട്ടോ കൊണ്ടുവന്ന്. ഒരെണ്ണെ കിട്ടിയുള്ളായിരുന്നേ. അതുകൊണ്ട് തന്നെ അതിനൊരു കുടത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഐവിൻകുട്ടനാണെങ്കിലോ ഇപ്പം വരെ അതിനെ കൊല്ലാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും അത് ആ കുടത്തിൽ കിടപ്പുണ്ട്. അതിനെ നമുക്ക് വളർത്താമെന്ന് പറയും. അതുപോലെ തന്നെ ഇതിനെ കണ്ടപ്പോഴും ഭയങ്കര സങ്കടം. കുറച്ചപ്പുറത്തെ ഒരു തോടുണ്ട് കേട്ടോ. അതിനാണ് ഐവിൻകുട്ടൻ പറഞ്ഞത് ആമേനെ നമുക്ക് കുളത്തിലിടാം അപ്പാന്ന്. അവനെ കൊണ്ട് തന്നെ ഇടിയിക്കാന്ന് വിചാരിച്ചതാണേ. അപ്പോഴേക്കും അവൻ്റെ വണ്ടി വന്നായിരുന്നേ. പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ കയറിപ്പോയി കേട്ടോ. കൊച്ചിന് അത്രയും സങ്കടമായത് കണ്ടതുകൊണ്ട് തന്നെ കുഞ്ഞുവിന് അതിനെ അവിടെ ഇട്ടിട്ട് പോരാനും തോന്നിയില്ല കേട്ടോ. എന്നിട്ട് അതിനെടുത്തുകൊണ്ട് വന്ന് തോട്ടിലിടാന്ന് വെച്ചേ. തോട്ടിലേക്കാണെങ്കിൽ ഒരു മരം മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുവൻ എന്ത് ചെയ്തു, ആ മരത്തിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഈ ആമേനെ വെച്ചിട്ടോ. നന്നായിട്ടൊന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ ഈ ആമ തോട്ടിലേക്ക് ചാടിക്കളഞ്ഞു. ആയുസ് കൂടുതലുള്ള ജീവിയാണല്ലോ ആമ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുറിവൊക്കെ ഉണങ്ങി രക്ഷപ്പെട്ടു പോകുമായിരിക്കും അല്ലേ. എന്തായാലും ആ പ്രതീക്ഷയോടെ ഞങ്ങൾ തിരിച്ചു പോന്നേ. സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഐവിൻകുട്ടൻ തിരക്കും കിട്ടും ആമേന. അത് രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ അവനും സന്തോഷമാവും.